സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് കുറച്ച് ബിസി ആയിപ്പോയി. പേഴ്സണലായിട്ട് കുറച്ച് പ്രോബ്ലംസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ബോർഡ് എടുത്തതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ പറ്റി. അപ്പം അതൊന്ന് പരിഹരിക്കണമായിരുന്നു. അങ്ങനെ ആകെ മൊത്തം വിരളി പിടിച്ചോട് വരുന്നു. അതിനിടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല. കാര്യം അന്ന് ചെയ്യാതിരുന്ന വർക്കിൻ്റെ കുറേ പെൻഡിങ് ആയിട്ട് നമുക്ക് എല്ലാം കൂടെ ക്ലാഷ് ആയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഇനിയിപ്പം ടൈം കിട്ടുമ്പോഴെല്ലാം ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ റെഡ് ലൈൻ, അതായത് റെഡ് ലൈൻ വളരെ റെയർ ആയിട്ടുള്ളൊരു അൺബോക്സിങ് വീഡിയോ ആണ്. കാര്യം യൂട്യൂബിൽ പോലും അധികമൊന്നും ഈ ഡിയുടെ അൺബോക്സിങ് വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല. സോ അപ്പോൾ എന്തായാലും ഡിയുടെ RL-SW12S4 എന്ന് പറയുന്ന സിംഗിൾ വോയിസ് കോയിൽ ഒരു സബ്വൂഫറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്. ആമണിനേഴ്സ് അയച്ചേക്ക്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട്. അതായത് ഇത് നിങ്ങളെ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സൗണ്ട് റൗണ്ടിൻ്റെ കിറ്റാണ്, 5.1 കിറ്റാണ്. 5500 രൂപയായിരുന്നു ഈ കിറ്റിന് അവർ നമ്മുടെ നീടാക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇതെനിക്ക് അൺബോക്സ് ചെയ്യാൻ തന്ന ഒരു കിറ്റാണ്. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാനിതിപ്പോൾ എന്തായാലും ഒരു 4500 രൂപയ്ക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും പറഞ്ഞാൽ മതി. കൊറിയർ ആണെങ്കിൽ അങ്ങനെ, അതല്ല ഇവിടെ വന്ന് എടുക്കാനുള്ള അങ്ങനെ 4500 രൂപ ചെറിയൊരു ഓഫറിന് ഞാനിത് കൊടുക്കുകയാണ്. ഇത് യൂസ് ചെയ്തല്ല, ഒരു എക്സ്ട്രാ ഒരു ട്രാൻസ്ഫോമറോടെ വിറ്റിയാൽ നിങ്ങൾക്ക് 5.1 യൂസ് ചെയ്യാം. അസംബ്ലിയും താല്പര്യമുള്ളവർക്ക് എടുക്കാം. ടെക്നീഷ്യന്മാർക്ക് വേണമെങ്കിൽ അവർക്ക് എടുക്കാം. ഇനി അഥവാ പുതിയൊന്ന് ചെയ്ത് നോക്കണം നടക്കുകയാണെങ്കിൽ അവർക്കും എടുക്കാം. 4500 രൂപയ്ക്ക് ഞാൻ കൊറിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാം. അതുപോലെ തന്നെ 311S4 ഇൻ്റർനാഷണൽ മോഡൽ, ഇന്ത്യൻ മോഡലല്ല. ഇന്ത്യൻ മോഡലിന് വിലക്കുറവാണ്, ഇൻ്റർനാഷണൽ മോഡലാണ്. അതും നമ്മുടെ കയ്യിൽ സെക്കൻഡ്സ് ഒരു 1-2 പീസ് ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ DD റെഡ് ലൈൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. സോ പേര് പറയുന്ന പോലെ തന്നെ ഒരു ബ്ലാക്കിഷ് ടോണിനകത്തൊരു റെഡ് ലൈൻ എന്ന് എഴുതിയേക്കുന്ന ഒരു DDയുടെ ഒരു എംബ്ലവും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ ഭംഗിയുള്ളൊരു ബോക്സാണ്, നല്ല പാക്കേജാണ്. നമുക്കിത് കൊറിയർ വന്നതിന് വരെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല കറക്റ്റ് പാക്കേജിങ്ങിലും കാര്യങ്ങളാണ് വന്നത്. എന്തായാലും നമുക്ക് വളരെ റെയറായിട്ടാണ് നമ്മൾ ഈ ഒരു സബ്വൂഫറിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രൈസിങ് ആണ് ഒരു വിഷയം. 10000 രൂപയാണ് ഇതിനകത്ത് ഏകദേശം MRP അടിച്ചിരിക്കുന്നത്. അതിനോട് അടുത്തുള്ളൊരു വില നമുക്ക് ഇത് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വളരെ നല്ലൊരു സബ്വൂഫറാണ്. യൂസ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് 300 വാട്ട്സേ ഉള്ളൂ. പക്ഷേ 300 വാട്ട്സ് വരുന്ന ഒരൊറ്റ സബും ഇതിൻ്റെ 7 അയലത്ത് വരത്തില്ല. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ വാറണ്ടി കാർഡ്. വളരെ നല്ലൊരു പാക്കേജാണ്. കാര്യം ഇതെല്ലാം കഴിഞ്ഞ് തെർമോക്കോൾ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്നിരുന്നാലും കാർഡ്ബോർഡ് വെച്ച് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫറിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. റെഡ് ലൈൻ എന്ന അതിൻ്റെ ആ ഒരു ഡസ്റ്റി ക്യാപ്പിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാണ് ഈ ഒരു സബ്ബ് വരുന്നത്. നല്ല പാക്കേജിംഗ് ആണ്, പാക്കേജിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ DD റെഡ് ലൈൻ്റെ സിംഗിൾ വോയിസ് കോയിൽ സബ്ബാണ്. ഇതേ മോഡൽ തന്നെ ഡ്യുവൽ വോയിസ് കോയിലും 2 ടൈപ്പ് വരുന്നുണ്ട്. ഇതിപ്പോൾ സിംഗിൾ വോയിസ് കോയിൽ 4 ohms സബ്ബാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷനും TS പാരാമീറ്റേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സിംഗിൾ വോയിസ് കോയിൽ സബ്ബാണ്. RL-SW12 എന്ന് പറയുന്ന ഒരു സിംഗിൾ വോയിസ് കോയിൽ സബ്ബാണ്. ഇതിൻ്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 3 മോഡലുണ്ട്. ഡ്യുവൽ 2 ohm, ഡ്യുവൽ 4 ohm, സിംഗിൾ 4 ohm. ഇതിൻ്റെ RMS വാട്ടേജ് എന്ന് പറയുന്നത് 100 വാട്ട്സ് മുതൽ 300 വാട്ട്സ്, അതായത് 100 to 300 ആണ് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന RMS വാട്ടേജ് എന്ന് പറയുന്നത്. പീക്ക് വാട്ട്സ് എന്ന് പറയുന്നത് 600 വാട്ട്സ് ആണ്. 600 വാട്ട്സ് പീക്കാണ്. സോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി TS പാരാമീറ്റേഴ്സ് മൊത്തം ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് വളരെ നല്ലൊരു സബ്വൂഫറാണിത്. കാര്യം പ്രൈസ് ഇത്തിരി കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള 300 സബ്വൂഫേഴ്സ് ഒന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറയേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു സബ്വൂഫറിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ 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 നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ വളരെ സ്റ്റഡി ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു സബ്വൂഫറാണ്. കാര്യം ഇതിൻ്റെ ഫ്രെയിം ആയാലും സൈഡിലെ ഫോം എഡ്ജ് ആയാലും കോൺ ആയാലും ഡസ്റ്റി ഗ്യാപ്പ് ആയാലും എന്തായാലും വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ രീതിയിൽ തന്നെയാണ് ഈ ഒരു സബ്വൂഫർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ബാക്കിയുള്ള, അതായത് 300 വാട്ട്സിൽ വരുന്ന ബാക്കിയുള്ള സബ്വൂഫേഴ്സിൻ്റെ കാട്ടിലും ഹൈറ്റ് കുറവാണ് ഈ ഒരു സബ്വൂഫേഴ്സിന്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരിനെ അന്വർത്ഥമാക്കും വിധമാണ് ഇതിൻ്റെ ഒരു ഫ്രെയിം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ഡീപ്പ് റെഡ് കളറാണ് ഇതിൻ്റെ ബാസ്ക്കറ്റിന് വന്നിരിക്കുന്നത്. ബാസ്ക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ ബാസ്ക്കറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ബാസ്ക്കറ്റിനകത്ത് നല്ല രീതിയിലുള്ള എയർ വെൻ്റ് ഉണ്ട്, നമുക്ക് കോയിൽ ആ എയർ വെൻ്റ് കൂടെ കാണാൻ പറ്റും. അത് നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ട്, ഒരു കാരണവശാലും കോയിൽ ഓവർ ഹീറ്റ് ആവുകയോ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ നിങ്ങളത്തെ ഞാൻ പറഞ്ഞത് സിംഗിൾ വോയിസ് കോയിലാണ്, 100 to 300 വാട്ട്സ്. ഇത് സിംഗിൾ വോയിസ് കോയിലാണ്, ഡുവൽ വോയിസ് കോയിലുണ്ട്. നമ്മളിത് 4 ohms സിംഗിൾ വോയിസ് കോയിൽ എടുത്തു. അതാണ് നമ്മുടെ ആവശ്യം, അതാണ് എടുത്തത്. കാറിൽ വെക്കാൻ വേണ്ടിയായിരുന്നു. കാർ ആമ്പ് നമുക്ക് 4 ohmസിൽ ഒരു 260 വാട്ട്സ് കിട്ടുന്ന ഒരു കാർ ആമ്പിലാണ് നമ്മളിത് കൊടുത്തത്. സോ നല്ലൊരു സ്പീക്കർ കണക്ടറാണ് ഈ ഒരു ഇതിന് തന്നേക്കുന്നത്. സ്പ്രിംഗ് സോക്കറ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. സോ ഓവറാൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴേക്കും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു സബ്വൂഫർ തരുന്നത്. സബ്വൂഫറിൻ്റെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മാഗ്നറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള കോയിലുമാണ്. മാഗ്നറ്റിൻ്റെ ഫ്രെയിമിനെല്ലാം അവരൊരു ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്. അതിനകത്ത് കമ്പനിയുടെ നെയിമും അതുപോലെ തന്നെ റെഡ് ലൈൻ സീരീസും അതിൻ്റെ മോഡൽ നമ്പറും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു വെറൈറ്റി രീതിയിലാണ് അതിൻ്റെ ഒരു മാഗ്നറ്റ് വന്നിരിക്കുന്നത്. അത് ഓൾറെഡി എയർ വെൻ്റ് ഉണ്ട്. അത് മാത്രമല്ല അതിന് ചുറ്റും പിന്നെയും കുറേ ഹോൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ DD ഓഡിയോ അവരുടെ ഒരു എംബ്ലം അതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് സ്റ്റോണാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 100 to 300 വാട്ട്സ് RMS അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വെറൈറ്റി എന്താ പറയുന്നത്, ഓവറാൾ അതിൻ്റെ ഒരു നമ്മൾ സബ്വൂഫറിലേക്ക് നോക്കുകയാണെങ്കിൽ വെറൈറ്റി ചെറിയ സബ്വൂഫറാണത്. കാര്യം പാക്കേജിങ് ആയാൽ പോലും നമ്മൾ എടുക്കുമ്പോഴും വലിയൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ 300 വാട്ട്സ് ഈ ഒരു സെഗ്മെൻറ്റ് വരുന്ന JBL ഇൻഫിനിറ്റി പ്രൈമസ് പോലുള്ള സബ്വൂഫേഴ്സിനെ കാട്ടിലും ഹൈറ്റ് കുറവാണ്. പക്ഷേ ഈ മാഗ്നറ്റിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. JBL ഇൻഫിനിറ്റി കാട്ടിയും മാഗ്നറ്റിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. ഓവറാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സബ് ഒരുപാട് മുന്നിലാണ്. കാര്യം അതിൻ്റെ പെർഫോമൻസ് ലൈവായിട്ട് കേട്ടതാണ്, നമ്മൾ കാറാമ്പിൽ കൊടുത്ത് കേട്ടതാണ്. സോ നല്ലൊരു പെർഫോമൻസ് ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമർ ഇൻ ദിസ് സെഗ്മെൻറ്റ്. അതായത് 100 to 300 വാട്ട്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമർ എന്ന് പറയേണ്ടി വരും. കാര്യം വളരെ ലോങ്ങിൽ പോകും ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവിടെ നിന്ന് അനുഭവിച്ചാണ്. ഇതിൻ്റെ എഡ്ജസിലേക്ക് വരികയാണെങ്കിൽ ഫോം എഡ്ജാണ്, പക്ഷേ നല്ല ഹാർഡായിട്ടുള്ള എഡ്ജാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സബ്വൂഫർ വേണം, നിങ്ങൾ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ളതും അധികം അരോചക ഉണ്ടാക്കാത്തതായിട്ടുള്ള നല്ലൊരു ബേസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സബ്വൂഫർ ചൂസ് ചെയ്യുന്നതാണ്. വളരെ നല്ലൊരു സബ്വൂഫറാണ്, വാല്യൂ ഫോർ മണിയാണ്. അത്രയും പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈസ് കൊടുത്തതിൽ നമുക്കൊരു ദുഃഖം ഉണ്ടാകത്തില്ല. കാര്യം ആ ഒരു ഇതിലുള്ള പെർഫോമൻസാണ് ഈ ഒരു സബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. DDയുടെ ഏത് സബ്വൂഫർ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ കിക്കറിൻ്റെ സബ്വൂഫർ, സൺഡൗൺ, ഇതിൻ്റെ എല്ലാ സബ്വൂഫേഴ്സും നമുക്ക് ഡീലേഴ്സ് ഉണ്ട്, അവരെ നിന്ന് എടുത്തു തരാം. നല്ല ക്വാളിറ്റി സബ്വൂഫറാണ്. നിങ്ങൾക്കൊരു വെറൈറ്റി സബ്വൂഫർ വേണം, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ലൊരു ഹൈ ക്വാളിറ്റി സബ്വൂഫർ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. നല്ല ലൗഡാണ്. ഇതിന് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ഇനി ഇടുന്നുണ്ട്. ഇതും കാര്യം 100 to 300 വാട്ട്സ് RMS പറയുന്ന സബ്വൂഫറാണ് ഇൻഫിനിറ്റി പ്രൈമസ് JBL. അപ്പോൾ അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊരു കമ്പാരിസൺ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. ആരും വിലയുടെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് 2 JBLൻ്റെ വിലയുണ്ട് ഈ ഒരു സബ്വൂഫറിന്. സോ എന്നിരുന്നാലും അതേ രീതിയിലുള്ള വാട്ട്സ് വെച്ചുള്ളൊരു സബ്വൂഫർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കമ്പാരിസൺ വീഡിയോ കൂടി ചെയ്യുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.